പ്രിയപ്പെട്ടവരെ, ഇത് തെർമോഡൈനാമിക്സിൻ്റെ മറ്റൊരു ലെസൺ. ഈ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഹീറ്റ് കപ്പാസിറ്റി, സ്പെസിഫിക് ഹീറ്റ്, മോളാർ ഹീറ്റ് കപ്പാസിറ്റി, സി പി, സി വി, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സി പി ആൻഡ് സി വി. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസുകൾ കാണണമെങ്കിൽ അതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്താണ് ഹീറ്റ് കപ്പാസിറ്റി? എൻ്റെ കയ്യിൽ ഒരു അലൂമിനിയം പീസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ അലൂമിനിയം പീസിന് ഇപ്പോൾ ഒരു ടെമ്പറേച്ചർ ഉണ്ട്. ദാറ്റ് ടെമ്പറേച്ചർ ഈസ് ഒരു 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് വിചാരിക്കുക. 27 ഡിഗ്രി സെൽഷ്യസിനെ എനിക്ക് 300 കെൽവിൻ എന്നും പറയാനാണ് ഞങ്ങൾക്കറിയാം. 273 കൂട്ടിയാൽ കെൽവിനാക്കി മാറ്റാം. ഇനി ഇതിൻ്റെ ഒരു ടെമ്പറേച്ചർ എനിക്ക് ഇതിൻ്റെ ടെമ്പറേച്ചർ 28 ഡിഗ്രി സെൽഷ്യസിലാക്കി മാറ്റണം എന്ന് വിചാരിക്കുക. അതായത് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തണം എന്ന് വിചാരിക്കുക. 28 ഡിഗ്രി സെൽഷ്യസ് ഈസ് നത്തിങ് ബട്ട് 301 കെൽവിൻ അല്ലടോ. അപ്പം 300 301 കെൽവിൻ മീൻസ് 1 കെൽവിൻ ഉയർത്തുക, അല്ലെങ്കിൽ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുക. ഉയർത്തൽ 1 കെൽവിൻ ഉയർത്തുന്നതും 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതും സെയിം തന്നെയാണ്. ഉയർത്തണമെങ്കിൽ നിങ്ങൾ ഇവിടെ കുറച്ച് ഹീറ്റ് കൊടുക്കണ്ടേ? ഹീറ്റ് കൊടുത്താൽ മാത്രമേ ടെമ്പറേച്ചർ ഉയരുള്ളൂ. ദി എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദി ടെമ്പറേച്ചർ ഓഫ് എ ബോഡി, ഏത് ബോഡിയാലും കുഴപ്പമില്ല, ബോഡി by 1 degree Celsius or 1 Kelvin is known as heat capacity of that substances. ആ വസ്തുവിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ ആ വസ്തുവിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ വേണ്ടി നിങ്ങൾ എത്രമാത്രം ഹീറ്റ് കൊടുക്കണം, അല്ല 1 കെൽവിൻ ഉയർത്താൻ വേണ്ടി എത്രമാത്രം ഹീറ്റ് കൊടുക്കണം, ആ കൊടുക്കേണ്ട ഹീറ്റിന് പറഞ്ഞ പേരാണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയാം. എന്താണ് സ്പെസിഫിക് ഹീറ്റ്? അതൊരു സ്പെസിഫിക് ടേമാണ്. ഹീറ്റ് കപ്പാസിറ്റി പറയുമ്പോൾ നിങ്ങൾ എടുത്ത അലൂമിനിയം പീസിന്റെ വസ്തുവിന്റെ എമൗണ്ടിനെ പറ്റിയൊന്നും പറയുന്നില്ല, എനിക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. പക്ഷേ സ്പെസിഫിക് ഹീറ്റ് ഇസ് നത്തിങ് ബട്ട് നിങ്ങൾ അഗെയിൻ അലൂമിനിയം പീസ് എടുക്കുക. പക്ഷേ ആ എടുത്ത അലൂമിനിയം പീസ് എത്ര ഗ്രാം ആയിരിക്കണം? 1 ഗ്രാം ആയിരിക്കണം. അതായത് 1 ഗ്രാം അലൂമിനിയം പീസിന്റെ ടെമ്പറേച്ചർ 1 കെൽവിൻ അല്ലെ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ വേണ്ട ഹീറ്റ്, അതാണ് സ്പെസിഫിക് ഹീറ്റ്. ഇവിടെ എത്രയാലും നമുക്ക് പറയാം. ഇത് 1 ഗ്രാമിന്റെ കേസ് ആകുമ്പോൾ വി കോൾ ഇറ്റ് ആസ് സ്പെസിഫിക് ഹീറ്റ് എന്നാണ് പറയാ, റൈറ്റ്? അങ്ങനെയാകുമ്പോൾ വാട്ട് ഇസ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ അവിടെയും ഒരു സ്പെസിഫിക് ടേംസ് ഉണ്ട്. അതായത് അലൂമിനിയത്തിന്റെ അറ്റോമിക് മാസ് 27 ഗ്രാം. 27 ആണ് അതിന്റെ GAM, ഗ്രാം അറ്റോമിക് മാസ്. അങ്ങനെയാകുമ്പോൾ 27 ഗ്രാം അലൂമിനിയം, അതിന് നമ്മൾ പറയാ 1 മോൾ അലൂമിനിയം എന്നാ പറയാ. 1 മോൾ അലൂമിനിയത്തിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ വേണ്ട ഹീറ്റിന് പറഞ്ഞ പേരാണ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി. ഇത് അലൂമിനിയത്തിന്റെ കേസിൽ മാത്രമാണേ പറഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പം ഇപ്പം NaCl ആണെങ്കിൽ 1 കഷ്ണം ഉപ്പിന്റെ ടെമ്പറേച്ചർ ഉയർത്താൻ വേണ്ടി അത് ഈക്വൽ ടു ഹീറ്റ് കപ്പാസിറ്റി. അതേസമയം 1 ഗ്രാം ഉപ്പാണെങ്കിൽ അതിന്റെ സ്പെസിഫിക് ഹീറ്റ്. അതേസമയം 58.5 ഗ്രാം അതിനെ നമുക്ക് പറയാം മോളാർ മാസ് എന്നാ പറയാ. അപ്പൊ 1 മോൾ ഉപ്പിന്റെ ടെമ്പറേച്ചർ ഉയർത്താൻ വേണ്ട ഹീറ്റാണ് ഈക്വൽ ടു മോളാർ ഹീറ്റ് കപ്പാസിറ്റി. നോക്കാം, ഹീറ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാ. അതായത് കുറച്ച് കഷ്ണം ഉപ്പെടുക്കുക, കുറെ ഉപ്പെടുക്കുക, രണ്ട് സമയത്തും നിങ്ങൾ കൊടുക്കേണ്ട എമൗണ്ട് ഓഫ് ഹീറ്റ് സെയിം ആയിരിക്കോ ഡിഫറെന്റ് ആയിരിക്കോ? ഡിഫറെന്റ് അല്ലേ? കുറച്ചുപ്പാണെങ്കിൽ നിങ്ങൾ കുറച്ച് ഹീറ്റേ കൊടുക്കണ്ടു, കൂടുതൽ ഉപ്പുണ്ടെങ്കിൽ കൂടുതൽ ഹീറ്റ് കൊടുക്കണം. അപ്പം ഹീറ്റ് കപ്പാസിറ്റി ഒരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാ. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ക്വാണ്ടിറ്റി ഓഫ് ദി മാറ്റർ ആണ്. അതേസമയം സ്പെസിഫിക് ഹീറ്റ് എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഹീറ്റ് കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ ഗ്രാം അല്ലെ, അല്ലെങ്കിൽ മാസ് പറയുന്നുണ്ട്. മാസ് പറയുന്നുണ്ട്. ഹീറ്റ് കപ്പാസിറ്റി എക്സ്റ്റൻസീവാ, വെയിറ്റും എക്സ്റ്റൻസീവാ. An extensive divided by an extensive, you will get an intensive. Therefore, എനിക്ക് പറയാം specific heat is a intensive property ആണ്. അതേപോലെ തന്നെ മോളാർ ഹീറ്റ് കപ്പാസിറ്റി is nothing but heat capacity divided by മോൾ അല്ലടോ, per മോൾ. മോളും ഒരു എക്സ്റ്റൻസീവാ, ഹീറ്റ് കപ്പാസിറ്റിയും എക്സ്റ്റൻസീവാ, മോളും എക്സ്റ്റൻസീവ് ആണെങ്കിൽ മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഈസ് എൻ ഇന്റൻസീവ് പ്രോപ്പർട്ടി ആണ്. കീപ് ഇൻ മൈൻഡ്, ഇത് രണ്ടും ഇന്റൻസീവാ, ബട്ട് ദിസ് ഇസ് എക്സ്റ്റൻസീവ് ആണ്. ഇനി ഒരു ക്വസ്റ്റ്യൻസ് നോക്കാം. അന്നേരം നമുക്ക് സ്പെസിഫിക് ഹീറ്റും ഹീറ്റ് കപ്പാസിറ്റി, മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഒക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. എ പീസ് ഓഫ് അലൂമിനിയം weighs 3 gram, requires 5.4 joule of heat to raise the
temperature from 298 Kelvin to 300 Kelvin. അതായത് 3 ഗ്രാം അലൂമിനിയത്തിന്റെ ടെമ്പറേച്ചർ 298 കെൽവിന് 300 കെൽവിൻ ഉയർത്താൻ വേണ്ടിയിട്ട് 5.4 ജൂൾ ഹീറ്റ് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഹീറ്റ് കപ്പാസിറ്റി എത്രയാണ്, സ്പെസിഫിക് ഹീറ്റ് എത്രയാണ്, മോളാർ ഹീറ്റ് കപ്പാസിറ്റി എത്രയാണ്, അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അത് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് 3 ഗ്രാം ഓഫ് അലൂമിനിയം പീസ്. നിങ്ങൾ കണ്ടു 2 കെൽവിൻ ഉയർത്താൻ എത്ര ടെമ്പറേച്ചറാണ് വേണ്ടി? 5.4 ജൂൾ ഹീറ്റ് ആണ് വേണ്ടി 2 കെൽവിൻ ഉയർത്താൻ. അങ്ങനെയാണെങ്കിൽ 1 കെൽവിൻ ഉയർത്തണമെങ്കിൽ 5.4 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2.7 ജൂളാണ് വേണ്ടി. അപ്പൊ 2.7 ജൂളാണ് ഇതിന്റെ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് 3 ഗ്രാം ഓഫ് അലൂമിനിയം. 3 ഗ്രാം ഓഫ് അലൂമിനിയത്തിന്റെ ഇവിടുത്തെ ഹീറ്റ് കപ്പാസിറ്റി 2.7 ജൂളാണ്. നമ്മൾ അടുത്ത പരിപാടി ചെയ്യുക, സ്പെസിഫിക് ഹീറ്റ് കാണണം അല്ലെ. സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ 1 ഗ്രാം വസ്തുവിന്റെ ടെമ്പറേച്ചർ ഉയർത്താൻ വേണ്ടിയിട്ടാ. അപ്പൊ 3 ഗ്രാം വസ്തുവിന്റെ ടെമ്പറേച്ചർ ഉയർത്താൻ 2.7 ജൂളാണ് ഉപയോഗിച്ചത് എങ്കിൽ, 3 ഗ്രാമിന് 2.7 ജൂളാണ് ഉപയോഗിച്ചത് എങ്കിൽ, ഞാൻ ചോദിക്കട്ടെ 1 ഗ്രാമിന് 2.7 ഡിവൈഡ് ബൈ 3 യു വിൽ ഗെറ്റ് an answer that is equal to 0.9 ജൂൾ പെർ ഗ്രാം. ഇതാണ് ഇതിന്റെ സ്പെസിഫിക് ഹീറ്റ്. ഇനി മൂന്നാമത്തെ സാധനം ഉണ്ട് അല്ലെ, ദാറ്റ് ഈസ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി. ഇവിടെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും മോളാർ ഹീറ്റ് കപ്പാസിറ്റി. നിങ്ങൾക്കറിയാം അലൂമിനിയത്തിന്റെ അറ്റോമിക് മാസ് 27. അപ്പോൾ 1 മോൾ അലൂമിനിയം ഈസ് നത്തിങ് ബട്ട് 27 ഗ്രാം. അങ്ങനെയാകുമ്പോൾ ഇതിന്റെ മോളാർ ഹീറ്റ് കപ്പാസിറ്റി കാണണമെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ദാറ്റ് 1 ഗ്രാം വസ്തുവിന്റെ ടെമ്പറേച്ചർ ഉയർത്താൻ 0.9 ജൂൾ ഹീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ 27 ഗ്രാം വസ്തുവിന്റെ ടെമ്പറേച്ചർ ഉയർത്തണമെങ്കിൽ മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഹിയർ ഇറ്റ് ഈസ് ഈക്വൽ ടു 27 into 0.9 you will get an answer. That answer is equal to joule per mole. അത്രയും ജൂൾ പെർ മോൾ ആണ്. 27 ഗുണിക്കണം 9 ഗുണിച്ചാൽ കിട്ടുന്ന ഒരു ഉത്തരം ഉണ്ടാവും. അപ്പോൾ ഏകദേശം കിട്ടാം ഒരു 27, നിങ്ങൾ ഇത് നോക്കാം, 27 ഗുണിക്കണം 0.9 ചെയ്താൽ കിട്ടുന്ന ഒരു ആൻസർ ഉണ്ടാവും. അതാണ് അതിന്റെ മോളാർ ഹീറ്റ് കപ്പാസിറ്റി. ഒരു വസ്തു ഉണ്ടെന്നിരിക്കുക, ആ വസ്തുവിന്റെ മാസ് m, അതിന്റെ സ്പെസിഫിക് ഹീറ്റ് c, അതേപോലെ തന്നെ അതിന്റെ ടെമ്പറേച്ചർ എനിക്ക് T1 T2 ഉയർത്തണമെന്നിരിക്കുക. ഐ മീൻസ് ഡെൽറ്റ ടിക്ക് ഒരു ടിയിലുള്ള ഒരു ചേഞ്ച് ഉണ്ടാക്കണമെന്നിരിക്കുക. അങ്ങനെ ആകുമ്പോൾ അവിടത്തേക്ക് നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്യേണ്ടതോ എത്ര എമൗണ്ട് ഓഫ് ഹീറ്റാണ് അവിടെ സപ്ലൈ ചെയ്യേണ്ടത്? ദാറ്റ് ഈസ് ഗിവൺ ബൈ ദിസ് റിലേഷൻ, ദാറ്റ് ഈസ് Q ഈസ് ഈക്വൽ ടു mc ഇൻറ്റു ഡെൽറ്റ ടി ആണ്. ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് പലപ്പോഴായിട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള 2 പ്രോബ്ലം ചെയ്യാം, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻ മാത്രമേ പറയുന്നുള്ളൂ. കാൽക്കുലേറ്റ് ദി എനർജി നീഡഡ് ടു റൈസ് ദി ടെമ്പറേച്ചർ ഓഫ് 10 gram ഓഫ് അയൺ, ഇരുമ്പ്, ഫ്രം 25 ഡിഗ്രി സെൽഷ്യസ് ടു 500 ഡിഗ്രി സെൽഷ്യസ്. ഫുൾ സ്റ്റോപ്പ്. ദി സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് അയൺ ഈസ് 0.45 ജൂൾ കെൽവിൻ ഇൻവേഴ്സ് ഗ്രാം ഇൻവേഴ്സ്. അതിൻ്റെ കൂടെ തന്നെ ഒരു സബ് ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, ബി ക്വസ്റ്റ്യൻ ആയിട്ട്. വാട്ട് മാസ് ഓഫ് gold of specific heat capacity 0.13 joule Kelvin inverse gram inverse can be heated through the same temperature difference, comma, when supplied with the same amount of energy that is get in the above question. മനസ്സിലായിട്ടില്ല രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്കൊരു എമൗണ്ട് ഓഫ് ഹീറ്റ് കിട്ടും അല്ലേ, ക്യൂ കിട്ടും. ആ ക്യൂ തന്നെ നമ്മൾ ഒരു കഷ്ണം ഗോൾഡിന് കൊടുക്കുക. ആ ഗോൾഡിന്റെ ടെമ്പറേച്ചർ 25 500 ചേഞ്ച് ചെയ്യണം. ഗോൾഡിന്റെ സ്പെസിഫിക് ഹീറ്റ് തന്നിട്ടുണ്ട്. എത്രമാത്രം ഗോൾഡ്, അതായത് നേരത്തെ കിട്ടിയ ഹീറ്റ് ഉപയോഗിച്ചുകൊണ്ട് എത്ര എമൗണ്ട് ഓഫ് ഗോൾഡിന്റെ ടെമ്പറേച്ചർ 25 500 നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, അല്ല സെക്കൻഡ് പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻസ്. Question number 2. It is required to raise the temperature of a water of a swimming pool from 20 degrees Celsius to 25 degrees Celsius. അതായത് ഒരു സ്വിമ്മിംഗ് പൂളിലെ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ 20 and 25 degrees Celsius നമുക്ക് ഉയർത്താമെന്നിരിക്കാം. The pool have 10 raised to 5 liter water. 10 raised to 5 liter വെള്ളമുണ്ട് പൂളിൻ്റെ അകത്ത്.
നിങ്ങൾ കാര്യം മനസ്സിലാക്കുക, 1 ലിറ്റർ വെള്ളം 1000 ഗ്രാം വെള്ളമാക്കി എടുക്കുന്നത് ചെയ്യാം കേട്ടോ. ഹൗ മച്ച് എനർജി ഇൻ ജൂൾ വിൽ ബി റിക്വയർഡ്? ഹൗ മച്ച് എനർജി കൊടുത്താൽ മാത്രം, എത്ര ഹീറ്റ് കൊടുത്താൽ മാത്രമേ അത് ഉയർത്താൻ പറ്റുള്ളൂ? ഗിവൺ ദാറ്റ് ദി സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു 4.184 ജൂൾ കെൽവിൻ ഇൻവേഴ്സ് ഗ്രാം ഇൻവേഴ്സ്. ഇത് സ്വന്തമായിട്ട് ചെയ്യാം. റൈറ്റ്, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹീറ്റ് കപ്പാസിറ്റിയുടെ തെർമോഡൈനാമിക് വേർഷൻ ആണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോളാർ ഹീറ്റ് കപ്പാസിറ്റി ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി കംപ്ലീറ്റ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി ആണ് പറയാം. പക്ഷെ നമ്മൾ ചുമ്മാ ഹീറ്റ് കപ്പാസിറ്റി തന്നെ ഇനി പറയുള്ളൂ, കാരണം പിന്നീട് വീണ്ടും വീണ്ടും ഈ മോളാർ എന്നുള്ള ടേംസ് റിപ്പീറ്റ് ചെയ്യല്ല. അപ്പോൾ എന്താണ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി? നിങ്ങൾക്ക് അറിയാമായിരുന്നു. യു ക്യാൻ സേ, നമുക്ക് മാത്തമെറ്റിക്കൽ ഇക്വേഷൻ ആണ്. ഒരു മോൾ വസ്തു എടുത്ത് അതിന്റെ ടെമ്പറേച്ചർ എനിക്ക് ഒരു DT ടെമ്പറേച്ചർ, ഐ മീൻസ് ചെറിയൊരു ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യണമെന്നിരിക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ അവിടെ ഒരു DQ എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുക്കണം. ലിറ്റിൽ എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുത്താൽ ലിറ്റിൽ എമൗണ്ട് ഓഫ് ടെമ്പറേച്ചർ ചേഞ്ചസ്. അങ്ങനെയാകുമ്പോൾ യു ക്യാൻ സേ ദാറ്റ് ഈസ് C ഈസ് ഈക്വൽ ടു DQ ബൈ എന്തോന്നാ DT ആണ്. അങ്ങനെയാകുമ്പോൾ സിക്ക് ഒരു യൂണിറ്റ് വേണം അല്ലേ. DQ എന്ന് വെച്ചാൽ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ്. എമൗണ്ട് ഓഫ് ഹീറ്റിന്റെ യൂണിറ്റ് ജൂൾ അല്ലടോ. എത്ര റിക്വയർഡ്, എത്ര വസ്തുവിന്റെ എമൗണ്ട് ടെമ്പറേച്ചർ ഉയർത്തേണ്ടത്? 1 മോളിന്റെ. അങ്ങനെയാകുമ്പോൾ DQക്കുള്ള യൂണിറ്റ് നമുക്ക് പറയാം ജൂൾ പെർ മോളാണ് DQയുടെ യൂണിറ്റ്. DT മീൻസ് ടെമ്പറേച്ചർ യൂണിറ്റ് കെൽവിൻ ആണ്. ജൂൾ മോൾ ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ് ആണ് സിയുടെ യൂണിറ്റ്, ഐ മീൻസ് ഹീറ്റ് കപ്പാസിറ്റിയുടെ യൂണിറ്റ്, അല്ലെങ്കിൽ മോളാർ ഹീറ്റ് കപ്പാസിറ്റിയുടെ യൂണിറ്റ്. ഇനി ഒരു കാര്യം ചെയ്യാം, DQ അല്ലെങ്കിൽ Q ഒരു പാത്ത് ഫംഗ്ഷൻ ആണെന്ന കാര്യം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാകുമ്പോൾ ഇത് Q എന്ന് പറയുന്ന വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ദ പ്രോസസ് ഈസ് ക്യാരിഡ് ഔട്ട് ആണ്. അതുകൊണ്ട് തന്നെ ഹീറ്റ് കപ്പാസിറ്റിയും ഒരു പാത്ത് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ദ പ്രോസസ് ഈസ് ക്യാരിഡ് ഔട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ തെർമോഡൈനാമിക്സിൽ വി വിൽ ഹിയർ 2 terms. വൺ ഈസ് CP ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് CV. CPയും കേൾക്കും, CVയും കേൾക്കും. CP എന്ന് വെച്ചാൽ heat capacity at constant pressure, CV is heat capacity at constant volume. ഈ രണ്ട് വാല്യൂ സെയിം അല്ല. Therefore we can say that C is a path function ആണ്. How the process is carried out നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഈ C or heat capacity. Right? ഒന്നാമത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം, ദാറ്റ് ഈസ് CV യെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളൊരു പാത്രത്തിൽ ഒരു സിലിണ്ടറിൽ ഗ്യാസ് എടുക്കുക. നമ്മൾ ഇനി പഠിക്കുന്ന തെർമോഡൈനാമിക്സ് മൊത്തം ഗ്യാസിന് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഗ്യാസ് എടുക്കുക. ഈ എടുത്ത ഗ്യാസ് എത്ര മോളായിക്കോട്ടെ, 1 മോൾ ആയിക്കോട്ടെ, 1 മോൾ ഗ്യാസ് എടുക്കുക. റൈറ്റ്, ഇതിനൊരു ടെമ്പറേച്ചർ ഉണ്ടെന്നിരിക്കുക. ദാറ്റ് മീൻസ് ഒരു 310 കെൽവിൻ ഒക്കെ ആയിക്കോട്ടെ. അതിന്റെ ടെമ്പറേച്ചർ 311 കെൽവിനിലേക്ക് ഉയർത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ അവിടെ ഒരു ഹീറ്റ് കൊടുക്കണം. ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ ഈ പിസ്റ്റന്റെ പ്രത്യേകത, ഈ പിസ്റ്റൺ ഇവിടെ ടൈറ്റായി വെച്ചിരിക്കുക. അതായത് സ്വാഭാവികമായിട്ട് നിങ്ങൾ ഇതിലേക്ക് ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ആ ഗ്യാസിന് എക്സ്പാൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ വോളിയം ചേഞ്ച് ചെയ്യും. സമ്മതിക്കരുത്, വോളിയം ചേഞ്ച് ചെയ്യാൻ സമ്മതിക്കരുത്. കോൺസ്റ്റന്റ് വോളിയത്തിൽ വെച്ചിട്ടാണ് നിങ്ങൾ ഈ പ്രോസസ് നടത്തുന്നത്. ഇതിങ്ങനെ ടൈറ്റാക്കി വെക്കുക. അപ്പോൾ ടൈറ്റാക്കി വെച്ച്, ഐ മീൻസ് കോൺസ്റ്റന്റ് വോളിയത്തിൽ വെച്ചിട്ട് 1 മോൾ ഗ്യാസ് എടുക്കുക. ആ 1 മോൾ ഗ്യാസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ വേണ്ട ഹീറ്റിന് പറഞ്ഞ പേരാണ് വി കോൾഡ് ആസ് CV എന്ന് പറയാം. Or it is the amount of heat required to raise the temperature of 1 mole of a gas at constant volume ആണ്. ഇനി നമുക്ക് ഇതിനൊരു മാത്തമെറ്റിക്കൽ ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കണേ. that is C is equal to DQ by DT ആണ് അല്ലേ. അങ്ങനെയാകുമ്പോൾ CV equal to ഇങ്ങനെ പറഞ്ഞൂടെ, DQ by DT at constant volume ആണ്. ഇനി according to first law, D is equal to DQ minus PdV ആണ്. ഇങ്ങനെ കൊടുക്കാം. PdV എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. റൈറ്റ്, ഇവിടെ സാധാരണ നമ്മൾ Q ആണ് കണ്ടിരിക്കുന്നത്, പക്ഷേ ഇവിടെ സ്മോൾ എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുക്കുന്നതായതുകൊണ്ട് നിങ്ങൾ DQ എന്ന് കൊടുത്തിരിക്കുന്നു. D is equal to DQ minus PdV ആണ്. അങ്ങനെയാകുമ്പോൾ DQ is equal to DE plus PdV. അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ്. DQ equal to DE plus PdV. എന്ന് വെച്ചിട്ടെ ഇവിടെ വോളിയം ചേഞ്ച് ചെയ്യുന്നില്ല അല്ലേ. അങ്ങനെയാകുമ്പോൾ DV യുടെ വാല്യൂ is equal to 0 അല്ലടോ. dV is equal to 0 ആണ്. Therefore, you can say that dQ is equal to എന്ത് കൊടുക്കാം, DE എന്ന് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ equation changes as CV is equal to DE by DT at constant volume ആണ്. അല്ലെങ്കിൽ പറയാം, that is, it is the rate of change of
ഇന്റേണൽ എനർജി, സോറി നിങ്ങൾ ഇക്ക് പകരം യു ആണ് പഠിച്ചിട്ടുള്ളത് അല്ലേ, യു ആണ്. നിങ്ങളോട് പറഞ്ഞേക്ക് ഇയും യുവും രണ്ടും ഉണ്ട്, ഡി യു ആയിക്കോട്ടെ, ദാറ്റ് ഈസ് ഡി യു. സോ വി ക്യാൻ സേ ദാറ്റ് സി വി ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇന്റേണൽ എനർജി വിത്ത് ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അതാണ് സി വി. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സി വി ഈക്വൽ ടു ഡി യു ബൈ ഡി ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. മറന്നു പോകല്ലേ. ഇനി അടുത്തത് സി പി ആണ്. ഐ മീൻസ് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അത് ഇങ്ങനെയാണ്. അഗെയിൻ നിങ്ങളൊരു സിലിണ്ടറിൽ എത്ര മോൾ ഗ്യാസ് എടുത്തു? 1 മോൾ ഗ്യാസ് എടുത്തു, റൈറ്റ്. അതിന് ടെമ്പറേച്ചർ എനിക്ക് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തണം. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഇതിൻ്റെ ഹീറ്റ് ഇതിലേക്ക് സപ്ലൈ ചെയ്യണം. ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ ഉയരും. ടെമ്പറേച്ചർ ഉയരുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടില്ല, ദാറ്റ് ഇസ് ടെമ്പറേച്ചർ ഈസ് പ്രൊപ്പോർഷണൽ ടു പ്രഷർ ആണ് അല്ലേ. ടെമ്പറേച്ചർ കൂടും പ്രഷറും കൂടും. ബൈ ഗെലുസാക്സ് ലോ അല്ലെ അമോണ്ടോൺസ് ലോ ഒക്കെയാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇതിന്റെ പ്രഷർ കൂടും. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സി പി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദി ടെമ്പറേച്ചർ ഓഫ് 1 മോൾ ഓഫ് എ ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷറാണ്. അതായത് ഇതിനുള്ളിലത്തെ പ്രഷർ കൂടാൻ അനുവദിക്കരുത്. പ്രഷർ കൂടാതിരിക്കാനുള്ള ഏക പോംവഴി ഇത്ര മാത്രമേ ഉള്ളൂ. ഈ പിസ്റ്റണെ കുറച്ചൊന്ന് പൊക്കുക, ഇങ്ങോട്ടേക്ക് പൊക്കുക, പൊക്കിയിട്ട് ഇവിടെ എത്തിക്കാം. അങ്ങനെ ആകുമ്പോൾ ഈ ടെമ്പറേച്ചർ കൂടുതൽ കൊണ്ടുണ്ടാകുന്ന ആ പ്രഷർ കൂടുതൽ ഒഴിവാക്കാൻ ഇതിൻ്റെ വോളിയം കുറച്ച് കൂട്ടിയാൽ മതി. ദാറ്റ് മീൻസ് സി പിയുടെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സി പിയുടെ സമയത്ത് വോളിയം ചേഞ്ച് ചെയ്യും. ഐ മീൻസ് പ്രഷർ കൂടാതിരിക്കാൻ വേണ്ടിയിട്ട്. അതൊന്ന് കാര്യം മനസ്സിലാക്കി വെക്കാം. ഇന്നൊരു കാര്യം ചെയ്യുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സി പി ഇക്വേഷൻ ഇതായിരുന്നു. സി ഇസ് ഈക്വൽ ടു ദാറ്റ് ഈസ് ഡി ക്യൂ ബൈ ഡി ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്നറിയാം. സോറി, സി പി ആവുമ്പോൾ സി പി ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷറാണ്. ഡി ക്യൂ ഈസ് ഈക്വൽ ടു ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഡി ഇ പ്ലസ് പി ഡി യു പ്ലസ് പി ഡി ബി. ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നു. Therefore, Cp equal to, you can say, du plus p dv whole divided by dt at constant pressure. ഇങ്ങനെ പറയാം. ഒരു കാര്യം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് du by dt at constant pressure plus, I means ഇതൊരു ടേം ആക്കി എടുക്കാം, പ്ലസ് p into dv by dt at constant pressure. ഇങ്ങനെയും കൊടുക്കാം. ഇനി ഒരു കാര്യം ചെയ്യാം. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ H ഈക്വൽ ടു യു പ്ലസ് പി വി ആ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. എച്ച് മീൻസ് എൻതാൽപ്പി ആണ്. അപ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിൽ. അപ്പോൾ ഡി ഗെറ്റ് ഡി എച്ച് ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡി വി. ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെയാകുമ്പോൾ ഇതിനെ ഡിവൈഡഡ് ബൈ ഡി ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മാത്രമല്ല കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറയുന്ന ടേംസ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുക. അങ്ങനെയാകുമ്പോൾ ഡി ഗെറ്റ് ഡി എച്ച് ബൈ ഡി ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈസ് ഈക്വൽ ടു ഡി യു ബൈ ഡി ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ പ്ലസ് പി ഇൻറ്റു ഡി വി ബൈ ഡി ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഇങ്ങനെ കൊടുക്കാം. നിങ്ങൾ നോക്ക്, ഇവിടുത്തെ ഈ ഇക്വേഷനും ഈ ഇക്വേഷനും രണ്ടിൻ്റെയും ആർ എച്ച് എസ് സെയിമാ. അപ്പം ഇവിടെ സി പി ആണേ. അങ്ങനെയാകുമ്പോൾ ആർ എച്ച് എസ് സെയിം ആണെങ്കിൽ എൽ എച്ച് എസ് സെയിം എന്നല്ലടോ. സോ വി ക്യാൻ സേ ദാറ്റ് സി പി ഈക്വൽ ടു ഡി എച്ച് ബൈ ഡി ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷറാണ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻസ്. നേരത്തെ സി വി കണ്ട് എങ്ങനെയായിരുന്നു? ഡി യു ബൈ ഡി ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആയിരുന്നു. ഇത് ഡി എച്ച് ബൈ ഡി ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷറാണ്. Therefore, we can define Cp in another way, that it is the rate of change of enthalpy with the temperature at constant pressure എന്നുള്ള ഒരു ഇക്വേഷൻ നമുക്ക്, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി പിയും സി വിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ സി പി ഇസ് ഹയർ ദാൻ സി വി. ആ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്കൊരു കാര്യം നോക്കാം. ഒരു പാത്രത്തിൽ രണ്ട് കേസ് പറയുന്നുണ്ട് അല്ലേ. ഒന്ന് സി വി ആണ്, മറ്റൊന്ന് സി പി ആണ്. സി വി ആകുമ്പോൾ വോളിയം കോൺസ്റ്റന്റാ, ഈ പിസ്റ്റണെ മൂവ് ചെയ്യാൻ പറ്റൂല. സി പി ആകുമ്പോൾ ഈ പിസ്റ്റണെ മൂവ് ചെയ്യാൻ അനുവദിക്കണം. അങ്ങനെയാകുമ്പോൾ ഞാൻ ഇതിലേക്ക്, ഇവിടെ ഗ്യാസ് ഉണ്ട്, ഈ ഗ്യാസിന് ടെമ്പറേച്ചർ ഉണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു 300 കെൽവിൻ ആയിക്കോട്ടെ. ഇതിന്റെ ടെമ്പറേച്ചർ എനിക്ക് 301 കെൽവിൻ ആക്കാൻ വേണ്ട ഹീറ്റിനല്ലേ നമ്മൾ സി വി എന്ന് പറയാം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ ഇതിലേക്ക് ഹീറ്റ് കൊടുക്കുക.
ആ കൊടുക്കുന്ന ഹീറ്റ് പൂർണ്ണമായിട്ടും ഇതിൻ്റെ ഉള്ളിലത്തെ ടെമ്പറേച്ചർ ഉയർത്താൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതേസമയം ഇവിടെയാണെങ്കിൽ ഇവിടെ ഓൾറെഡി 300 കെൽവിൻ ഉണ്ട്, അത് 301 കെൽവിനാക്കി മാറ്റണമെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് ഹീറ്റ് കൊടുക്കണം. ആ ഹീറ്റ് കൊടുത്താൽ അവിടെ 2 കാര്യം നടക്കുന്നുണ്ട്. ഒന്ന്, ഇതിനെ പൊക്കണം, ഐ മീൻ ഈ പറഞ്ഞിരിക്കുന്ന ഈ പിസ്റ്റണ മേലോട്ട് പൊക്കണം. അതായത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഹീറ്റ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ 2 പ്രോസസ് നടക്കും. ഒന്ന്, ഇതിന്റെ ടെമ്പറേച്ചർ ഉയർത്തണം, അതേപോലെ തന്നെ ഈ ഗ്യാസ് ഈ പിസ്റ്റണ പൊക്കുകയും ചെയ്യണം, അതായത് പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നിങ്ങളൊരു 10 ജൂൾ ഹീറ്റ് കൊടുത്താൽ ടെമ്പറേച്ചർ 300 നിന്ന് 301 പോയി നേരിക്കാം. പക്ഷെ ഇവിടെ നിങ്ങൾ 10 ജൂൾ ഹീറ്റ് കൊടുത്താൽ ആ കൊടുത്ത ഹീറ്റ് പൂർണ്ണമായിട്ടും ടെമ്പറേച്ചർ ഉയർത്താൻ വേണ്ടിയല്ല ഉപയോഗിക്കുന്നത്, കുറച്ചതിനെ പൊക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പൊ നിങ്ങളൊരു 10 ജൂൾ കൊടുത്താൽ ഒരു പക്ഷേ ഇതിന്റെ ടെമ്പറേച്ചർ 301 എത്തിയിട്ടുണ്ടാവില്ല, ഒരു 300.5 എത്തിയിട്ടാണ് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ 301 എത്തിയാൽ മാത്രമല്ലേ അതിനെ നമുക്ക് ഹീറ്റ് കപ്പാസിറ്റി പറയാൻ പറ്റുള്ളൂ. സോ യു ഹാവ് ടു സപ്ലൈ എ ഫ്യൂ മോർ ഹീറ്റ് ദർ. ഐ മീൻസ് ഒരു 20 ജൂൾ കൊടുത്താലായിരിക്കും ഒരു പക്ഷേ അതിൻ്റെ ടെമ്പറേച്ചർ 301 എത്തുള്ളൂ. കാരണം നിങ്ങൾ കൊടുക്കുന്ന ഹീറ്റ് 2 കാര്യത്തിനാണ് ഉപയോഗിക്കുന്നത്. വൺ ഈസ് ടു ഇൻക്രീസ് ദി ടെമ്പറേച്ചറും ആൻഡ് നെക്സ്റ്റ് ഈസ് ടു ഡു ദി എക്സ്റ്റേണൽ വർക്ക് ആണ്. Therefore, you have to supply more amount of energy. That is why explain Cp is higher than Cv. അതിന്റെ കാരണം ഇതാണ്. നോട്ട്സ് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ക്വസ്റ്റൻ ആണ്, explain Cp is higher than Cv അല്ലേ? If the volume of the system is kept constant, no work has to be done by the system. Therefore, the supplied heat is completely used to increase the temperature of the system. But if the pressure of the system is kept constant, some work has to be done by the system. Therefore, the supplied heat is used not only to increase the temperature but also to do some external work. Therefore, some extra heat is required. Thus, we can say that Cp will be higher than Cv. ആ കാര്യം പറയാൻ പറ്റും. ഇനി നമുക്ക് മാത്തമാറ്റിക്കലി ഇതൊരു പ്രൂവ് ചെയ്യണം, എത്രമാത്രം Cp Cvയേക്കാൾ കൂടുതലാണെന്നുള്ള കാര്യം. ഇനി എത്രമാത്രമാണ് Cp Cvനേക്കാൾ കൂടുതൽ എന്ന കാര്യം നമ്മൾ നോക്കാൻ പോകുന്നത്. Cp ഈക്വൽ ടു dH/dt അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Cv ഈക്വൽ ടു du/dt അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണ്. H is equal to U plus PV ആണ്. U plus PV അല്ലെങ്കിൽ E plus PV എന്ന് പറയും. ചില പുസ്തകങ്ങളിലൊക്കെ E ആണുള്ളത്. അപ്പം എന്നോട് ഇടയ്ക്കൊക്കെ E പറഞ്ഞു പോകും കേട്ടോ. അങ്ങനെയാകുമ്പോൾ ഈ PV is equal to RT ആണ്. ഐഡിയൽ ഗ്യാസും ആയിരിക്കണം, കണ്ടീഷൻ ഉണ്ട്, ഐഡിയൽ ഗ്യാസും ആയിരിക്കണം. 1 മോൾ ഗ്യാസും ആണെങ്കിൽ we can say PV is equal to RT or PV is equal to nRT, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പ്രകാരം. So we'll get H equal to U plus RT ആണ്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ഇതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ. അങ്ങനെയാണെങ്കിൽ dH/dt is equal to du/dt പ്ലസ് എന്തായിരിക്കും, R ആയിരിക്കും. റൈറ്റ്, dH/dt is equal to du/dt പ്ലസ് R ആയിരിക്കും. dH/dt നിങ്ങൾ ഓൾറെഡി കണ്ടതല്ലേ, ദാറ്റ് ഈസ് Cp ആണ്. തൽക്കാലത്തേക്ക് നമ്മൾ ഈ തെർമോഡൈനാമിക്സ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങളെല്ലാം നമ്മളങ്ങ് നെഗ്ലക്ട്, ചില കാര്യങ്ങളൊക്കെ കണ്ണടച്ച് കളയണം, നോക്കണേ. അപ്പോൾ dH/dt is equal to Cp ആണ്. അപ്പോൾ ഇതിന് പകരം നമുക്ക് Cp എന്നതാ, du/dt is equal to എന്തുവാണ്, Cv ആണ്. അപ്പോൾ Cp is equal to Cv plus R ഇങ്ങനെ കൊടുക്കാം അല്ലേ, എനിക്ക് പറഞ്ഞൂടെ, ദാറ്റ് ഈസ് Cp minus Cv is equal to R. So we can say that Cp is higher than ആരെക്കാട്ടും, Cvനേക്കാട്ടും. അപ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻ ആണ് Cpയും Cvയും തമ്മിലുള്ള ബന്ധം. Cp Cvയേക്കാൾ പ്ലസ് R എമൗണ്ട് കൂടുതലാണ്. Cp Cvയേക്കാൾ പ്ലസ് R എന്ന് പറയുന്ന ഒരു എമൗണ്ടിന് കൂടുതലായിരിക്കും. ഇത്രയാണ് തെർമോഡൈനാമിക്സിൻ്റെ Cpയും Cvയും ഒക്കെ, ഐ മീൻസ് ഹീറ്റ് കപ്പാസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോർഷൻസ്. ഓക്കെ.